നമുക്കിവിടെ ചപ്പാത്തിക്ക് കഴിക്കാനായി ഒരു വെണ്ടയ്ക്ക ഫ്രൈ ചെയ്ത് നോക്കാം. അതിനായി നമുക്കിവിടെ ആവശ്യമുള്ളത് 3/4 കിലോ വെണ്ടയ്ക്ക, 2 വലിയ ഉള്ളി നീളത്തിലരിഞ്ഞത്. നമ്മുടെ വെണ്ടയ്ക്കയും അതുപോലെ തന്നെ നീളത്തിലാണ് ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നമുക്ക് നോക്കാം. അടി കട്ടിയുള്ള ചീഞ്ചട്ടി അടുപ്പത്ത് വയ്ക്കുക. അതിനുശേഷം ചീഞ്ചട്ടിയിലേക്ക് എണ്ണ ഒഴിക്കുക. ആവശ്യത്തിന് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച്. പിന്നെ അതിലോട്ട് കുറച്ച് അയമോദകവും ജീരകവും ചേർക്കണം. എണ്ണ ചൂടായി വരുമ്പോൾ അയമോദകവും ജീരകവും പൊട്ടിയതിന് ശേഷം നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന, ആദ്യം തന്നെ നമ്മൾ 2 ഉള്ളി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിലേക്കിട്ട് നന്നായി ഇളക്കുക. ബ്രൗൺ നിറമാകുന്നവരെ, ഒരുവിധം ബ്രൗൺ നിറമാകുന്നവരെ ഇത് ഇളക്കണം കേട്ടോ. ഒരുവിധം ബ്രൗൺ ആവുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക. എപ്പോഴും നമ്മൾ ഇരുമ്പ് ചീഞ്ചട്ടി ഉപയോഗിക്കുന്നതാണ് എപ്പോഴും ഇങ്ങനെയുള്ള സബ്ജികൾ, അതായത് വെണ്ടയ്ക്ക ഫ്രൈ, കയ്പ്പയ്ക്ക ഫ്രൈ എന്നിവ ഉണ്ടാക്കുന്നത് എപ്പോഴും. അതിനുശേഷം 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 3/4 സ്പൂണോളം മുളക് പൊടി എന്നിവ ചേർത്ത് പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കുക. അതിൻ്റെ എല്ലാം പച്ചമണം മാറിയതിന് ശേഷം ഈ പരുവമാകും. കണ്ടോ, എണ്ണയെല്ലാം മുകളിലോട്ട് തെളിഞ്ഞു വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. അവസാനം മാത്രമേ നമ്മൾക്ക് ഇതിൽ ഉപ്പ് ചേർക്കേണ്ടതുള്ളൂ, അല്ലെങ്കിൽ വെണ്ടയ്ക്ക കുഴഞ്ഞിരിക്കും. വെണ്ടയ്ക്ക അതിലോട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഗ്യാസ് സ്റ്റൗ ചെറുതായി വയ്ക്കുക. എന്നിട്ട് അടച്ചു വയ്ക്കാതെ തന്നെ ഇത് നമുക്ക് ഫ്രൈ ആയി കിട്ടും. 15 മുതൽ 20 മിനിറ്റ് വേണം ഇത് ശരിയായി കിട്ടുവാൻ. അത് കഴിഞ്ഞ് ഒരു 15 മിനിറ്റിന് ശേഷം നമ്മൾക്ക് ഉപ്പിടാവുന്നതാണ്. വെണ്ടയ്ക്ക നല്ല നീളത്തിൽ നൈസായി മുറിച്ച കാരണം അത് നന്നായി തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടും. കൂട്ടുകാരെ, ഇപ്പോൾ ഒരുവിധം വെണ്ടയ്ക്ക ഫ്രൈ ആയി കിട്ടി. ഇപ്പോഴാണ് നമ്മൾ ഇതിന് ഉപ്പ് ചേർക്കേണ്ടത്. ഞാനിവിടെ എണ്ണ റിഫൈൻഡ് ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമ്മൾക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. എനിക്ക് എപ്പോഴും കയ്യിൻ്റെ അളവാണ് കേട്ടോ. ഇതിനാവശ്യമുള്ള ഉപ്പ് ഞാനിവിടെ ചേർത്തു. ഇനി ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഉപ്പ് നേരത്തെ തന്നെ ഇട്ടാൽ വെണ്ടയ്ക്ക കുഴഞ്ഞു പോകും. ഫ്രൈ ആയി കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാവും. ഇനി ഒരു 5-10 മിനിറ്റ് നമുക്കിതിനെ ചെറു തീയിൽ വയ്ക്കാം ഫ്രൈ ആവാൻ. ഇപ്പോൾ ഒരുവിധം തന്നെ നന്നായി വെണ്ടയ്ക്ക ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഒരു സർവിങ് ബൗളിലോട്ട് മാറ്റാം. ഇതാ കൂട്ടുകാരെ, നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈ റെഡിയായി കഴിഞ്ഞു. ഒന്ന് എല്ലാവരും ചെയ്തു നോക്കൂ ഈ രീതിയിൽ.